പൊതുജനാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ ഒരു നിശബ്ദ വിപ്ലവം നടക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ പ്രവർത്തനം രാജ്യത്ത് തന്നെ ഒരു മാതൃകയാണ്. അറിയാം ആ മുന്നേറ്റത്തെക്കുറിച്ച്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്ന ഈ കാലത്ത് ചേപ്പാട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ഒരു നിശബ്ദ വിപ്ലവം നാട് അറിയാതെ പോകരുതാത്തതാണ്. ഓരോ പൗരന്റെയും ആരോഗ്യം സമൂഹത്തിന്റെ ആകെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യമുള്ളതാണ്. ഈ കാഴ്ചപ്പാടാണ് പൊതുജന ആരോഗ്യ രംഗത്തിന്റെ കരുത്തിന് നിദാനമാകേണ്ടത്. പൊതുജനാരോഗ്യ സംരക്ഷണം അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ പൊതുജനത്തിന്റെ ആരോഗ്യത്തിനായി സദാ ജാഗ്രത ഉണ്ടായേ തീരൂ. അത്തരമൊരു ജാഗ്രതയിലൂന്നിയ വിപ്ലവമാണ് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ നടക്കുന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് രൂപീകരിച്ച വാർഡ് തല ജാഗ്രതാ സമിതികളിൽ ചേപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് ജാഗ്രതാ സമിതി കോവിഡ് തരംഗം മാറിയതോടെ നിർത്തിവെച്ച് പിരിയുകയായിരുന്നില്ല. മറിച്ച് അന്നു മുതൽ ഇങ്ങോട്ട് ഓരോ ദിവസവും മുടങ്ങാതെ പ്രവർത്തിക്കുകയായിരുന്നു. 1500 ദിനങ്ങൾ പൂർത്തിയാക്കി ഈ അവലോകന യോഗം ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും ജാഗ്രതയിലും ഈ മുന്നേറ്റം രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുന്നു. 2021 മെയ് 16 രാത്രി 9 മണിക്ക് ഗൂഗിൾ മീറ്റിൽ ആരംഭിച്ച ജാഗ്രതാ സമിതി യോഗം ഒരു ദിവസം പോലും മുടങ്ങാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനുമായ വിശ്വപ്രസാദിന്റെ നേതൃത്വത്തിലാണ് സമിതി ആരംഭിച്ചതും യോഗങ്ങൾ തുടരുന്നതും. മാത്രമല്ല, ഒരു ദിവസം പോലും ഈ 1500 തികയുമ്പോൾ ഒരു ദിവസം പോലും ഈ യോഗം മുടങ്ങിയിട്ടില്ല എന്ന അത്ഭുതമാണ്, വിസ്മയമാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്. അപ്പോൾ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വാർഡിന്റെ വികസന പ്രശ്നങ്ങളാണ്. തെരുവിളക്കിന്റെ പ്രശ്നങ്ങളാണെങ്കിൽ, തെരുവ് നായ്ക്കളുടെ പ്രശ്നമാണെങ്കിൽ, വെള്ളക്കെട്ടിന്റെ പ്രശ്നം, റോഡിന്റെ പ്രശ്നം, അങ്ങനെ നാനാമുഖമായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വികസന അവലോകന വേദിയായിട്ട് ഇത് മാറി. ഇപ്പോഴും അത് തുടരുകയാണ്. ഇതിനോടകം MLA-മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. മന്ത്രി പി പ്രസാദ് ഉൾപ്പെടെയുള്ള നിരവധി മന്ത്രിമാർ, MP-മാർ, മുൻ MP-മാർ, TP ശ്രീനിവാസൻ എന്ന് പറയുന്ന മുൻ അംബാസിഡർ, അദ്ദേഹത്തിന്റെ അനുജൻ എയർ മാർഷൽ TP മധുസൂദനൻ, പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, പിന്നെ MLA-മാർ, ജോൺ തോമസ്, പ്രിയ ടീച്ചർ, താഹ, അതുപോലെ തന്നെ ശ്രീമതി ശോഭ, KG സന്തോഷ് തുടങ്ങിയവർ ഒക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇതിനോടകം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കോവിഡ് കാലഘട്ടത്തിൽ ഭയാശങ്കകളോട് നിന്നവരെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, ആ ഭയാശങ്കകൾ അകറ്റുവാൻ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ നടപ്പാക്കുവാൻ കഴിയും. നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ, റോട്ടറി ഉൾപ്പെടെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെ നിരവധി ക്യാമ്പുകൾ. വാർഡിനെ 8 ക്ലസ്റ്ററുകളായി തിരിച്ച് 16 ഭാരവാഹികളെ നിശ്ചയിച്ചാണ് പ്രവർത്തനം തുടങ്ങിയത്. 374 വീടുകളാണ് ഈ വാർഡിലുള്ളത്. ഓരോ ദിവസത്തെയും യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ക്ലസ്റ്റർ അംഗങ്ങൾ തങ്ങളുടെ ചുമതലയിലുള്ള ഏകദേശം 50 വീടുകളിലെ രോഗവിവരങ്ങൾ, മരണവിവരങ്ങൾ, പൊതുജന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം യോഗത്തിൽ അവതരിപ്പിക്കും. ഇത് വാർഡ് തലത്തിൽ രോഗവ്യാപനം തടയുന്നതിനും ജനങ്ങൾക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകുന്നതിനും സഹായങ്ങൾ എത്തിക്കുന്നതിനും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ദൈനംദിനം ഒരു വാർഡിന്റെ ആരോഗ്യ വികസന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഒരു പറ്റം ആളുകൾ വിശ്വപ്രസാദ് സാറിന്റെ നേതൃത്വത്തിൽ, ഭദ്ര സാറിന്റെ നേതൃത്വത്തിൽ 8 ക്ലസ്റ്ററിന്റെ ഭാരവാഹികൾ, അതിന്റെ 2 ചുമതലക്കാർ വീതമുള്ളവര്, ആശാവർക്കർമാർ, അംഗനവാടി വർക്കർമാരൊക്കെ നിതാന്ത ജാഗ്രതയോടുകൂടി ഒരു വാർഡിലെ ഏതാണ്ട് 375ഓളം വരുന്ന വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രവർത്തനം നടത്തുമ്പോൾ വീണ്ടും ഏറെ അഭിമാനത്തെ പറയുന്നു. എല്ലാവരെയും ഞാൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിനന്ദിക്കുകയാണ്. എനിക്ക് ആ ഡിവിഷന്റെ ഭാഗമായി ആകാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം തന്നെ ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുന്നു. സമിതിയുടെ പ്രവർത്തനം 1000 ദിനങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ യോഗങ്ങൾ അവസാനിപ്പിക്കാൻ വിശ്വപ്രസാദ് തീരുമാനിച്ചിരുന്നെങ്കിലും അംഗങ്ങൾ എതിർപ്പുമായി രംഗത്തെത്തി. തുടർന്ന് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഓൺലൈൻ യോഗത്തിനായി അംഗങ്ങൾ കൃത്യമായി എത്തിത്തുടങ്ങി. അത് ഇപ്പോഴും തുടരുകയാണ്. തന്റെ ഗ്രാമത്തിലെ, തന്റെ വാർഡില് എല്ലാവിധ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ട എല്ലാ അവബോധവും കൊടുത്തുകൊണ്ടാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. ഒരുപാട് മാറ്റങ്ങൾ, അത്ഭുതകരമായ മാറ്റങ്ങൾ നേടിയ സംസ്ഥാനമാണ് നമ്മുടേത്. ആ സംസ്ഥാനത്ത് ഇതുപോലെ കൊണ്ടുപോകുന്ന ഈ പ്രവർത്തനം, അതിനകത്തെ ആശാവർക്കർമാര്, പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ വോളണ്ടിയേഴ്സിനെയും
ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കുകയാണ്. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന വിശ്വപ്രസാദ് സാറിനെയും ഹൃദയത്തോട് ചേർന്ന് അഭിനന്ദിക്കുകയാണ്. ഇതിനോടൊപ്പം സഹകരിക്കുന്ന മുഴുവൻ പേരെയും ഇത് ഏറ്റവും ഭംഗിയായിട്ട് എല്ലാ ദിവസങ്ങളിലും ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. രാജ്യത്തെ ഇപ്പോൾ നിലവിലുള്ള ഏക കോവിഡ് ജാഗ്രതാ സമിതിയാണ് ചേപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ പ്രവർത്തിക്കുന്നത്. ഏതായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തന്നെയാണ് വിശ്വപ്രസാദിന്റെ തീരുമാനം. CDNet ന്യൂസ്, ഹരിപ്പാട്.